എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കരാട്ടയിലെ കോൺഫിഗറേഷൻ ഫയലായ karate-config.js എന്ന ഫയലിന്റെ യൂസേജിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. karate-config.js ഫയൽ നീഡ്സ് ടു ബി ആഡഡ് അണ്ടർ ക്ലാസ് പാത്ത്. ഈ ഫയല് ആഡ് ചെയ്യേണ്ടത് പ്രൊജക്റ്റിന്റെ ക്ലാസ് പാത്തിലാണ്. ഇനി ഈ ഫയലിന്റെ കണ്ടന്റ് ആണ് പറയാൻ പോകുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എ JavaScript function. The function is expected to return a JSON object and all keys and values in that JSON object will be made available as script variables. ഈ ഫയലിനകത്ത് നമ്മളൊരു JavaScript ഫംഗ്ഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ഒരു JSON ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ കീസ് ആൻഡ് വാല്യൂസ് ആഡ് ചെയ്യാം. ആ കീസ് നമുക്ക് പിന്നീട് നമ്മുടെ സ്ക്രിപ്റ്റ് റീയൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഫയലിന്റെ ഡിഫറെന്റ് യൂസസ് നോക്കാം. സ്റ്റോർ ഗ്ലോബൽ വേരിയബിൾസ്, configure request URL header, body, proxy, parameter, authentication, retry, soft assertion, dynamically change variable values based on environment. അതായത് ഗ്ലോബൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യാം ഈ ഫയൽ. അതുപോലെ നമുക്ക് റിക്വസ്റ്റിലെ URL ഹെഡർ, ബോഡി, പ്രോക്സി, പാരാമീറ്റർ, authentication, അതുപോലെ റീട്രൈ മെക്കാനിസംസ്, സോഫ്റ്റ് അസേഷൻസ് ഇതെല്ലാം നമുക്ക് ഈ ഫയൽ യൂസ് ചെയ്ത് എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് ഡൈനാമിക്കലി വേരിയബിളിന്റെ വാല്യൂസ് എൻവയൺമെന്റ് അനുസരിച്ച് സ്വിച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഈ ഫയൽ തരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പുതിയ വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട JavaScript ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ karate-config.js എന്നൊരു ഫയൽ ക്ലാസ് പാത്ത് ക്രിയേറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം config എന്ന സെക്ഷനിൽ നമുക്ക് ഒരു കീ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനൊരു വാല്യൂ കൊടുക്കാം. ആ വാല്യൂ നമുക്ക് പിന്നീട് സ്ക്രിപ്റ്റ് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫീച്ചർ ഫയലിൽ നിന്ന് നമുക്ക് ഹാർഡ് കോഡിങ് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫയലിന്റെ പേര് ഇത് തന്നെയായിരിക്കണം. ഈ ഒരു ഫയൽ ആയിരിക്കും ആദ്യമേ കരാട്ടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയൽ. അപ്പം ആ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫീച്ചർ ഫയൽ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂസസ് ഒക്കെ നിങ്ങൾക്ക് സ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ട് മാറും. അതാണ് ഈ ഫയലിന്റെ പ്രത്യേകത. ഇതൊരു കോൺഫിഗറേഷൻ ഫയലാണ്. ഇനി ഞാൻ ഈ ഫയൽ ക്ലാസ് പാത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ എക്ലിപ്സ് ID ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരാട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ ക്ലാസ് പാത്ത് എന്ന് പറയുന്ന SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറാണ്. അതിന്റെ അകത്താണ് ഞാൻ ഈ ഫയൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡർ. അതിനുശേഷം ന്യൂ ഫയൽ. ഫയലിന്റെ പേര് karate-config.js എന്നുള്ളതാണ്. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ ആ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഈ ഫംഗ്ഷൻ തൊട്ട് റിട്ടേൺ കോൺഫിഗ് സെമിക്കോളൻ, അതിനുശേഷം ഈ കേർലി ബ്രേസ് വരെയാണ് കോപ്പി ചെയ്യേണ്ടത്. കോപ്പി ചെയ്തു, അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ JavaScript ഫയൽ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ കണ്ടന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ IDE തന്നെ ഡിഫറെന്റ് പ്ലഗിൻസ് സജസ്റ്റ് ചെയ്യും. അതിനകത്ത് ഒരു പ്ലഗിൻ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ കോഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് വരും. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലഗിൻ കോഡ് മിക്സ് എന്ന് പറഞ്ഞ പ്ലഗിനാണ്. അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ പ്ലഗിൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്ലഗിൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ആ പ്ലഗിൻ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ജസ്റ്റ് ആ ഫയൽ ആ പ്ലഗിൻ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്ലിപ്സ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം ഇൻസ്റ്റാളിന് ശേഷം ജസ്റ്റ് എക്ലിപ്സ് തന്നെ റീസ്റ്റാർട്ട് ആകും. അതിനുശേഷം വീണ്ടും ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ കളർ കോഡിങ് കറക്റ്റായിട്ട് വരും. ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് റീ ഓപ്പൺ ചെയ്യുമ്പോൾ ആ കളർ കോഡിങ്ങും സജഷനും എല്ലാം കറക്റ്റായിട്ട് വന്നോളൂ. ഇനി ഞാൻ ഇവിടെ ഒരു പുതിയ കീ ആഡ് ചെയ്യുവാണ്. കീ ആഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഉള്ളത് ഞാൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ബേസ് URL എന്ന് പറഞ്ഞ് ഞാനൊരു കീ ക്രിയേറ്റ് ചെയ്യുന്നു, കോളം കൊടുക്കുന്നു. ബേസ് URLന്റെ വാല്യൂ ഞാൻ ഈ JSON സെർവർ test.feature എന്ന ഫയലിൽ നിന്ന് എടുക്കുവാണ്. അപ്പം ഈ URL ആണ് ഞാൻ ഈ karate-config.js ഫയലിനകത്ത് ബേസ് URLന്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. ഇനി നമുക്ക് ഈ ബേസ് URL എന്നുള്ള കീയെ നമ്മുടെ സ്ക്രിപ്റ്റ് റീയൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഹാർഡ് കോഡിങ് ഒഴിവാക്കാൻ സാധിക്കും.
അപ്പോൾ ഈ ബേസ് യുആറിന്റെ വാല്യൂ ഇനി തൊട്ട് കരാട്ടെ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ karate-config.js എന്ന ഫയലിൽ നിന്നാണ് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഫീച്ചർ ഫയലിലെ ഹാർഡ് കോഡിംഗ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ റൺ ചെയ്യാൻ പോകുന്ന ഫേക്ക് JSON സെർവർ ആണ്. ഞാൻ സെർവർ ഓൾറെഡി ലോക്കലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഈ എൻഡ് പോയിന്റ് ആണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ് എന്നുള്ള എൻഡ് പോയിന്റ്. ആ എൻഡ് പോയിന്റ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിലവിൽ ഒരു JSON ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ID1 ആയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ പോവുകയാണ്. ഇനി റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ karate-config.js എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന കൺസോളിൽ. അപ്പോൾ ഇനി ബേസ് യുആറിന്റെ വാല്യൂ നമ്മൾ ഈ config.js ഫയലിൽ നിന്നാണ് പിക്ക് ചെയ്ത് karate എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ബേസ് യുആറിന്റെ വാല്യൂസ് അതുപോലത്തെ ഡിഫറെന്റ് ഗ്ലോബൽ ലെവലിൽ യൂസ് ചെയ്യാവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഈ പർട്ടിക്കുലർ karate-config.js എന്ന ഫയലിനകത്തായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബേസ് യുആറിന്റെ വാല്യൂ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ആ കീ നമ്മൾ ഇവിടെ കരാട്ടയിലെ കീവേഡിന്റെ കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാം. ഞാൻ കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. നിങ്ങൾക്കാണ് ഇവിടെ classpath karate-config.js എന്നുള്ളത് വന്നത്. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. റിപ്പോർട്ട് നോക്കാം. അതിനുശേഷം നമ്മൾ ഹിറ്റ് ചെയ്ത എൻഡ് പോയിന്റും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി ഈ ഫയൽ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഗ്രീൻ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം വർക്കായി. 5 സെനാരിയോസ് ഉണ്ട്. 5 വർക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ എൻഡ് പോയിന്റും കൊണ്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് karate-config.js ഫയൽ എന്ന ഫയൽ യൂസ് ചെയ്ത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് അതുപോലെ പല യൂസേജിന് നമ്മളിത് യൂസ് ചെയ്യും. ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു URLന്റെ വാല്യൂ മാത്രം ഇതിനകത്ത് ഈ ഒരു ഫയലിനകത്ത് സ്റ്റോർ ചെയ്ത് റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് എൻവയൺമെന്റ് സ്വിച്ചിങ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്ക് പാരാമീറ്റേഴ്സ്, ഹെഡേഴ്സ്, ബോഡി, റീട്രൈ മെക്കാനിസം, സോഫ്റ്റ് അസേർഷൻ ഇതൊക്കെ നമുക്കിവിടെ എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു ഫയൽ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട്സ് ആണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.